സോ മൾട്ടി കാർപ്പലറി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കാർപ്പൽസ് ഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫ്യൂസ്ഡ് മൾട്ടി കാർപ്പലറിക്ക് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ പപ്പാവർ. മൾട്ടി കാർപ്പലറി എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ കാർപ്പൽ ഫ്യൂസ്ഡ്. അതുപോലെ മൾട്ടി കാർപ്പലറി തന്നെ കാർപ്പൽസ് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. ഫ്രീ കാർപ്പൽസ് ആയിട്ടുള്ള മൾട്ടി കാർപ്പലറി നമ്മൾ വിളിക്കുന്ന പറയുന്നത് എപ്പോകാർപ്പസ്. സോ എപ്പോകാർപ്പസും അതുപോലെ സിൻകാർപ്പസും. ഫ്യൂസ്ഡ് ആയിട്ടുള്ളത് സിൻകാർപ്പസ്, ഫ്രീ ആയിട്ടുള്ളത് എപ്പോകാർപ്പസ്. ഇനി നമുക്ക് ഓവറിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ബേസൽ ബൾജ്ഡ് പോർഷനാണ് ഓവറിയുടെ ഉള്ളിൽ, ബൾജ്ഡ് പോർഷനാണ് ഓവറി എന്ന് പറഞ്ഞാൽ. ഈ ഓവറിയുടെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ബൾജ്ഡ് പോർഷൻ ഓഫ് ഗൈനീഷ്യ എന്ന് പറയുന്നതാണ് ഓവറി. ഓവറിയുടെ ഉള്ളിൽ ഒരുപാട് ലോക്യൂളുകൾ അല്ലെങ്കിൽ ക്യാവിറ്റികൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഓവ്യൂൾസ്, ഓവറിയുടെ ഉള്ളിലാണ് നമുക്ക് ഓവ്യൂൾസ് കാണാൻ പറ്റുക. ഈ ഓവ്യൂൾസ് ഓവറിയിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിൻ്റെ പേരാണ് നമ്മൾ പ്ലാസൻഡ. സോ പ്ലാസൻഡ വഴിയാണ് നമ്മുടെ ഓവ്യൂൾസ് ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് +1 അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഇൻസൈഡ് ദ ഓവറി. എങ്ങനെയാണ് ഈ ഓവ്യൂളുകൾ ഓവറിയിൽ അറ്റാച്ച് ചെയ്ത് കിടക്കണേ, ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ. അത് ഓരോ പ്ലാന്റിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. സോ ഇൻസൈഡ് ദ ഓവറി ലോക്യൂളറി ചേമ്പറിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് ഓവ്യൂളുകൾ കാണാം. ഒന്നോ അതിലധികമോ ഓവ്യൂളുകൾ കാണാം. ആ ഓവ്യൂള് ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്ലാസൻ്റെ പോലെയുള്ളൊരു സ്പെഷ്യൽ ടിഷ്യൂ വഴിയാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ പ്ലാസൻറ്റേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര ഓവ്യൂളുകൾ ഒരു ഓവറിയിൽ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ ചില ഫ്ലവറിലോ അല്ലെങ്കിൽ ഫ്രൂട്ടിലൊക്കെ ഒരു ഓവ്യൂളേ കാണുള്ളൂ. ഒരു ഓവ്യൂളുള്ളതിന് 1 ഓവ്യൂളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിളാണ് വീറ്റ്, അതുപോലെ നമ്മുടെ മാംഗോ, അതുപോലെ നമ്മുടെ പാഡി. ഇതൊക്കെ 1 ഓവ്യൂളിന് എക്സാമ്പിളാണ്. നമ്മുടെ ഓവറിയുടെ ഉള്ളിൽ ഒരു ഓവ്യൂളാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പറയണ വീറ്റ്, മാംഗോ, പാഡി. നമുക്കറിയാം വീറ്റ് അതുപോലെ മാംഗോ ഒരു സീഡ്. ഓവ്യൂൾ എന്താണ്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ടിലൊക്കെ എത്ര സീഡുണ്ടോ, സീഡ് എന്തായിരുന്നു? ഒരു ഓവ്യൂളായിരുന്നു. ബിഫോർ ഫെർട്ടിലൈസേഷൻ ആ സീഡുകളൊക്കെ ഓവ്യൂളുകളായിരുന്നു. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞപ്പോഴാണ് ആ ഓവ്യൂളുകളൊക്കെ സീഡായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സീഡുകൾ എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഒരു സീഡുള്ളതാണ് നമ്മുടെ മാംഗോ, വീറ്റ്, പാഡി. സോ ഒരു സീഡുള്ളതാണ് നമ്മൾ പറയുന്നത് 1 ഓവ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഒന്നിലധികം സീഡ്, അതായത് നമ്മൾ പറയുക മോർ ദാൻ 1 ഓവ്യൂളാണ്. മോർ ദാൻ 1 ഓവ്യൂൾ അല്ലെങ്കിൽ മെനി ഓവ്യൂൾ ഉള്ളതിന് എക്സാമ്പിൾ ഏതാണ്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരുപാട് സീഡുള്ള ഫ്രൂട്ടുകൾ നമ്മൾ കഴിക്കുന്ന ഏതാ? വാട്ടർമെലൻ. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട് വാട്ടർമെലൻ. ആ വാട്ടർമെലനിലെ സീഡുകൾ എന്താ? വൺസ് അവർ ബിഫോർ ഫെർട്ടിലൈസേഷൻ ഓവ്യൂളുകളായിരുന്നു. അതുപോലെ നമ്മൾക്ക് ഒരുപാട് സീഡ് കാണുന്നത് പപ്പായ. പപ്പായയിലെ സീഡ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് ഓവ്യൂൾസ് ഉണ്ടെന്ന്. അതുപോലെ നമ്മുടെ ഓർക്കിഡ്. ഇതൊക്കെ ഒന്നിലധികം ഓവ്യൂളുകളുള്ള ഫ്രൂട്ട് അതുപോലെ വെറൈറ്റിക്ക് എക്സാമ്പിളാണ്. സോ ഒരു ഓവ്യൂളുള്ളതും ഒന്നിലധികം ഓവ്യൂളുകളുള്ളതും. ഇതാണ് റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഗൈനീഷ്യത്തിൻ്റെ പ്രത്യേകതകൾ.